ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫിഷ് കുറുമയാണ്. നല്ല അടിപൊളിയായിട്ട് നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഫിഷ് കുറുമ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1/2 കിലോ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആവോലിയാണ്, അതായത് ഡാം ആവോലി. അപ്പോൾ ഇനി അതിലേക്ക് ഒരു ചെറിയൊരു മസാല, അതിന് വേണ്ടി ഒരു 1/2 സ്പൂണ് കോൺഫ്ലവറും അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആ മീൻ കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി വെക്കാം. ഒരു അരമണിക്കൂറോളം അത് തിരുമ്മി വെക്കാം. അപ്പോൾ എത്ര സോഫ്റ്റ് മീൻ നമുക്ക് കുറുമ ഉണ്ടാക്കാൻ ഇതേപോലെ ചെയ്താൽ മതി. ഇനി അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് അരമുറി നാളികേരം ചിരവിയതും, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയും, ഒരു 8 വെള്ളുള്ളി, 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1/2 സ്പൂണ് വലിയ ജീരകം കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. പിന്നെ ഒരു തക്കാളി, വലിയ തക്കാളി, പഴുക്കാത്ത തക്കാളി തന്നെ എടുക്കുക. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഒരു 8 ചുവന്നുള്ളി. ഇനി നമ്മൾക്ക് ആ നാളികേരം അരച്ച് വരാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചേർത്ത് കൊടുത്തു, വെള്ളുള്ളി ചേർത്ത് കൊടുത്തു, കുതിർത്ത് വെച്ച വലിയ ജീരകം ചേർത്ത് നല്ലതുപോലെ അരയ്ക്കുക. അപ്പോൾ കുറുമയ്ക്ക് വെള്ളുള്ളിയും വലിയ ജീരകവും മസ്റ്റാണ്. അതാണ് അതിൻ്റെ ഏറ്റവും രുചി. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ ചൂടായ ഉടനെ നേരത്തെ മസാല ചേർത്ത് വെച്ച മീൻ പൊരിച്ചെടുക്കാം. അതായത് മസാല എന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്ക് ആ മീനൊന്ന് പൊട്ടിപ്പോകാതിരിക്കാനാണ് നമ്മളതിൽ അല്പം കോൺഫ്ലവർ ചേർത്തത്. പിന്നെ കുറുമ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനും, സോഫ്റ്റ് മീനായതുകൊണ്ട്. സാധാരണ കുറുമ, അയക്കോറ, നെയ്മീൻ, അങ്ങനെ കട്ടിയുള്ള ദശക്കട്ടിയുള്ള മീനാണ് കുറുമ ഉണ്ടാക്കുക. അപ്പോൾ സോഫ്റ്റ് മീനിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ നല്ല അടിപൊളി കുറുമയാവും. ഫിഷ് മോളി നമ്മൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് പൊരിച്ചതിന് ശേഷം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ 1 സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടാകുന്ന സമയത്ത് അല്പം ഉലുവ നിർബന്ധമായിട്ടും പൊട്ടിക്കണം. ഇനി ഒരു 2-3 കഷ്ണം ചെറിയ പട്ട, പിന്നെ ചുവന്നുള്ളി കട്ട് ചെയ്തതും, സവാള കട്ട് ചെയ്തതും ചേർക്കാം. പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഇഞ്ചി കട്ട് ചെയ്തതും ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ചുവന്നുള്ളി ശരിക്കും നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും കുറുമയ്ക്ക്. നിർബന്ധമായിട്ടും ചുവന്നുള്ളിയും ചേർക്കണം, അല്പം സവാളയും ചേർക്കണം. ഇനി ഞാൻ ഒരു 2-3 പച്ചമുളക് ഇതേപോലെ ചതച്ച് കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം നമ്മളതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ചതച്ചും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു എരിവൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മീനിലേക്ക്. ഇനി നല്ല പൊടിയായിട്ട് ആ തക്കാളി കട്ട് ചെയ്ത് അതുകൂടി ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് അടയ്ക്കാം. ആ തക്കാളി ഒന്ന് ശരിക്കും ഒന്ന് സെറ്റായി വരണം. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റാണ് ഞാൻ അത് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നതിന് ശേഷം നമ്മൾ ആ നേരത്തെ പുളിവെള്ളം അതുകൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ആ പുളിവെള്ളം കൂടി ചേർത്തു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ പുളിവെള്ളമൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വരണം. കുറച്ചുകൂടി വെള്ളം ഞാൻ ഇപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട്, എന്നതിന് ശേഷം ആ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. മീൻ കഷ്ണങ്ങൾ നിരത്തി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ആ പുളിയെല്ലാം ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിക്കട്ടെ. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അരപ്പ് അതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടി അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം. ഇപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം കൂടി ചേർത്ത് നമ്മൾ കുറുമയ്ക്കുള്ള പാകത്തിനാക്കിയിട്ടുണ്ട്. ഇനി ആ തേങ്ങയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് തിളച്ച് ആ മീനിലേക്ക് പിടിച്ചാൽ മതി. ഇനിയിപ്പോൾ അല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടി കൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവും നല്ല അല്പം ആ തക്കാളിയുടെ പുളിരസവും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് കുറുമ ഇവിടെ റെഡിയായി. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. നമ്മളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ വെറൈറ്റി അടിപൊളി ഫിഷ് കുറുമ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളത് 10 രൂപ കൂടെയാണ് കഴിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്